അങ്ങനെ 15 വർഷത്തിന് ശേഷമാണ് കൊല്ലം കലോത്സവത്തിന് വേദിയാകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ കൊല്ലക്കാരോടും കൊല്ലക്കാരെന്നല്ല 14 ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരോടും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് പെർഫോം ചെയ്തപ്പോൾ എന്ത് തോന്നി? ആദ്യമായിട്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ഇത് ഒരു മത്സര വിഭാഗമായിട്ട് കൂട്ടുന്നു. അപ്പോൾ എന്താണ് ഈ കുട്ടികളോട് പറയാനുള്ളത്? മത്സര വിഭാഗമാകുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരു ടീം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് വരും. അപ്പോൾ എല്ലാവർക്കും ഈ കലാരൂപം പഠിക്കാനും കഴിയും. ഇത് കാസർഗോഡ് മാത്രമുള്ള ഒരു ഇതാണോ? കാസർഗോഡ് മാത്രമുള്ള ഒരു കലാരൂപമാണ് ഇത്. ഇത് ആരാണ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? പഠിപ്പിച്ചത് നമ്മൾ ഞാനും രാജുവേട്ടനും കൂടിയിട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ ഇവർ ഞങ്ങൾ കളിക്കലുണ്ട്. ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ കലാരൂപത്തിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത ഇത് മംഗലം കളി പറഞ്ഞാൽ പിന്നെ മാവില സമുദായത്തിൻ്റെ മാത്രം ഒരു ആചാരാനുഷ്ഠാന കലയാണ്. ഇത് കല്യാണ വീടുകളിൽ വധൂവരന്മാരുടെ വീടുകളിൽ രാത്രി മുതൽ തലേന്ന് രാത്രി മുതൽ രാവിലെ വരെ ഇത് കളിച്ചുകൊണ്ട് പോകണം. പിന്നെ മുതിർന്നവരാണ് കൂടുതൽ കളിക്കല്. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് കളിക്കുന്ന കളിയാണ്. ഇതിന്റെ പാട്ട് ഇവർ തന്നെയാണോ പാടുക? ഈ കളിക്കുന്ന ആൾക്കാർ തന്നെയാണോ പാടുക? അല്ല, പാട്ട് പാടാനും കളിക്കാനും എല്ലാവരും മുമ്പെല്ലാം പാടിയിട്ട് കളിക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ വേദികളിൽ പാടുമ്പോൾ അങ്ങനെ പാടിയിട്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചാൾ പാട്ട് പാടാൻ നിൽക്കും. തുടി അതിൻ്റെ വാദ്യോപകരണം തുടിയാണ്. തുടി കൊട്ടാൻ നിൽക്കും. എത്ര ആൾക്കാർ പാട്ട് പാടണം, എത്ര ആൾക്കാർ കളിക്കണം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയില്ല. എന്നാൽ നമ്മളിപ്പോൾ 15 പേരാണ് കുട്ടികളില്ലത്. 15 ആളിൽ നിന്ന് 8 ആൾ കളിക്കാനും 4 ആൾ പാട്ട് പാടാനും 3 ആൾ തുടി കൊട്ടാനും. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കലാപരിപാടികൾ ഇവിടെ ഉണ്ടോ ഇവർക്ക്, ഈ കുട്ടികൾക്ക്? ഇല്ല, നമ്മളത് ഇത് മാത്രമേ ഇല്ലൂ. ഇത് കഴിഞ്ഞിട്ട് നേരെ കാസർഗോഡ്? ഇനി നേരെ കാസർഗോഡ്. കലോത്സവം കാണാൻ നിൽക്കുന്നില്ല? കലോത്സവം നമുക്ക് നിന്നാൽ നമുക്ക് നാളെ എത്തണ്ടേ, ഒരു ദിവസം വേണ്ടേ എത്തണമെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തെ മത്സര വിഭാഗമായിട്ട് കാണാൻ പ്രതീക്ഷിക്കുക പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളോട് സംസാരിച്ചത് കാസർഗോഡ് നിന്നൊരു കലാരൂപമാണ് ഇവിടെ ഇതാക്കിയത്. ഇത് നമ്മളെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇതൊരു മത്സര വിഭാഗമായിട്ട് അടുത്ത വർഷങ്ങളിൽ ഇതൊരു മത്സര വിഭാഗമായിട്ട് പരിഗണിക്കുന്നതാണ്. ഈ ഒരു കലാരൂപത്തിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ടീച്ചർ നമ്മളോട് സംസാരിച്ചത്. അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് അവർ പറഞ്ഞത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്റ്റേജിൽ ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.